കാക്കോ ഇന്നെന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ കിളിക്കൂട് എന്ന് പറഞ്ഞ ഒരു പലഹാരമാണ്. അപ്പോൾ അത് നോമ്പിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു കിളിക്കൂട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നാക്ക് അധിക ഷോപ്പുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. റയറായിട്ട് കാണപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ അടുത്താണ് ഫസ്റ്റ് ടൈമിൽ ഈ ഒരു കിളിക്കൂട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നാക്ക് കാണുന്നത്. കാണാനൊരു കിളിക്കൂട് മോഡലിലുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ കാക്കു പറഞ്ഞത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, നമുക്കിത് ഒരു ദിവസം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ചിക്കന്, കാടമുട്ട, സാദാ മുട്ട, അതുപോലെ തന്നെ റസ്ക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കിഴങ്ങ്, വലിയ ഉള്ളി, തക്കാളി, പിന്നെ സേമിയൻ എടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പ്, പുതിനയില, കറിവേപ്പിൻ്റെ ഇല, പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. ഇത്രയും ഐറ്റംസാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ഇട്ടെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള കാടമുട്ട പുഴുങ്ങിയെടുക്കലാണ്. അപ്പോൾ ഇതാ നമ്മൾ കാടമുട്ട കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാ കോഴിമുട്ട കൊണ്ടും ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വലിയ ഉള്ളി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യരുത്, ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ടാക്കിയെടുക്കുക. നമ്മൾ ഈ കട്ട്ലേറ്റിക്കൊക്കെ കട്ടാക്കൂലേ, അതുപോലെ കട്ടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചതക്കല്ല വേണ്ടത്, നല്ലോണം പേസ്റ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ തക്കാളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ഫൈനായിട്ട് പേസ്റ്റാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് സേമിയ വറുത്തെടുക്കണം. അപ്പോൾ അതിനായി നമ്മളിവിടെ സേമിയനെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു കളറ് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് റസ്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ കൈവച്ച് ചെയ്തെടുക്കായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ റസ്കിൽ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാണാം കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇത് നിർബന്ധമല്ല കേട്ടോ, ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അതാ ഇതിലേക്കുള്ള ചിക്കന് നല്ലോണം വേവായിട്ടുണ്ട്. ചിക്കനും അതുപോലെ കിഴങ്ങും നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ഇതുപോലെ പിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇതാ അധികം അരഞ്ഞു പോകരുത്, ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇതാ കാടമുട്ട നല്ലോണം വേവായിട്ടുണ്ട്. ഇനി ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക. അപ്പോൾ ഇതാ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് ഉണ്ടാക്കിയെടുക്കലാണ്. അതിനായി നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായ ശേഷം അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി കിട്ടണം, നല്ല രീതിയിൽ തന്നെ വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, തക്കാളി, മല്ലിയില ഒക്കെ നമ്മൾ പേസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ചിക്കനും അതുപോലെ കിഴങ്ങും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് മുട്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു 2 മുട്ട നമ്മളിവിടെ ഉടച്ചെടുക്കുന്നുണ്ട്, അധികമൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതാ ഇത് ഉണ്ടാക്കിയെടുക്കലാണ്. ഇത് 2 രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ, പിന്നെ വേറൊരു രീതിയിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മുട്ട അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒന്ന് പിന്നെ ഈ ഒരു രീതിയിലും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇതുപോലെ കിളിക്കൂടിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ആദ്യം റസ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം മുട്ടയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് സേമിയനും കൊണ്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക.
ഇനിയിപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ 2 രീതിയിൽ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ രീതിയാണ്. മുട്ട അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് മസാല കവർ ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ റസ്ക് പൗഡറിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കുക. സേമിയനം കൊണ്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. 2 രീതിയിൽ ചെയ്തെടുക്കാം. ഇത് രണ്ടാമത്തെ രീതിയാണ്. അപ്പോൾ ഇതാ എല്ലാം നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കിളിക്കൂട് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.